ഇനി നമുക്ക് ഒരു സീക്വൻസ് നോക്കാം. 1 4 7 10 10 3 ആവുമ്പോൾ 13 16 19 ഇങ്ങനെ ഒരു സീക്വൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇതിന്ന് കുറച്ച് കാര്യങ്ങൾ പഠിക്കാം നമുക്ക്. ഇത് ഫസ്റ്റ് ടേം ആക്കിയെടുക്കുക, ഇത് സെക്കൻഡ് ടേം ആവുക, ഇത് തേർഡ് ടേം ആണ്, ഇത് ഫോർത്ത് ടേം ആണ്, ഇത് ഫിഫ്ത്ത് ടേം, ഇത് സിക്സ്ത് ടേം, ഇത് സെവൻത്ത് ടേം. അതിന് ടേംസ് ആണ് തന്നത്. അരിത്തമെറ്റിക് സീക്വൻസില് ടേംസ് ആണ് തന്നത്. അപ്പൊ അതിന്റെ നോക്കാം, ഫസ്റ്റ് ടേമും നമ്മള് സെവൻത്ത് ടേമും കൂടെ ആഡ് ചെയ്ത് നോക്കാം. ഈ സെവൻത്ത് ടേമും കൂടെ ആഡ് ചെയ്യുമ്പം 1ഉം 7ഉം ആണ്. ഇപ്പൊ 1ഉം 7 എന്ന് പറഞ്ഞാൽ 8 ആണ്. അങ്ങനെ പൊസിഷൻസിന്റെ സമ്മ് 8 ആയിട്ട് വരുന്നത്. അപ്പൊ ഇതിന്റെ സമ്മ് എത്രയാണ് വന്നത്? രണ്ടും കൂടെ ആഡ് ചെയ്തപ്പോൾ 20 ആണ് വന്നത്. അതുപോലെ അടുത്തത് സമ്മ് പൊസിഷൻസ് 8 കിട്ടുന്നുണ്ട്. 2നോട് എത്ര ആഡ് ചെയ്താലേ 8 കിട്ടുക? 6 ആണ്. അപ്പൊ 2ഉം 8ഉം കൂടെ 6ഉം കൂടെ ആഡ് ചെയ്ത് നോക്കുക. അപ്പോൾ 2 8 ഇതിപ്പോ പൊസിഷൻസ് 1ഉം 7ഉം കൂടെ ആഡ് ചെയ്തപ്പോൾ ഒന്നാമത്തെ ടേമും സെവൻത്ത് ടേമും ചെയ്തപ്പോൾ ഫസ്റ്റും 7ഉം കൂടെ ആഡ് ചെയ്തപ്പോൾ 8 ആണ്. ആ 2 ടേംസിന്റെ സമ്മ് 20 ആണ്. അതുപോലെ സെക്കൻഡ് പൊസിഷനിലും 6ത്തും ഇപ്പൊ ആഡ് ചെയ്തപ്പോൾ 8 അല്ലേ? പൊസിഷൻസിന്റെ സമ്മ് 8 ആണെങ്കിൽ അതിന്റെ ആൻസേഴ്സും 4ഉം 6ഉം കൂടെ ആഡ് ചെയ്ത എത്രയാ? 4 + 16 എന്താ വരുന്നത്? 20 തന്നെയാണ് വരുന്നത്. ഇനി അടുത്തത് 3നോട് 8 കിട്ടണ അടുത്ത പൊസിഷൻ ഏതാ വരിക? 5. ആ രണ്ട് ടേമും കൂടെ, അതായത് 3ഉം 5ഉം കൂടെ ആഡ് ചെയ്ത പൊസിഷൻസ് 8 തന്നെയാണ് വന്നത്. സം ഓഫ് പൊസിഷൻസ് ഈക്വൽ ആണെങ്കിൽ അതിന്റെ ടേംസിന്റെ സമ്മ് 7ഉം 13ഉം കൂടെ ആഡ് ചെയ്ത് നോക്കുക. 7ഉം 13ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരുന്നുണ്ട്? 20 തന്നെ വരും. അങ്ങനെ സമ്മ് അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പൊസിഷൻസിന്റെ സമ്മ് ഒരേമാതിരി വരികയാണെങ്കിൽ, അതായത് ഇപ്പം x1 + x7 അത് എന്തിനോട് ഈക്വൽ ആണ്? x2 + x6. അത് സം ഓഫ് പൊസിഷൻസ് ഈക്വൽ ആണെങ്കിൽ 1ഉം 7ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 8 ആണ്, 2ഉം 6ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 8 ആണെങ്കിൽ അതിന്റെ സം ഓഫ് ടേംസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ ക്വസ്റ്റ്യനിൽ വരുന്ന സെക്കൻഡ് ടേം + x8 13 തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടിയത് ഒരു 6 ആണ്. x2 + x6 20 കിട്ടി. അപ്പൊ നിങ്ങളോട് ചോദിക്കാണ് x3 + x5 എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാണ്ട് എഴുതാൻ പറഞ്ഞാൽ പൊസിഷൻസ് ആഡ് ചെയ്യും. 3ഉം 5ഉം കൂടെ ആഡ് ചെയ്യും. 3ഉം 5ഉം കൂടെ ആഡ് ചെയ്താൽ 8 ആണ് കിട്ടുന്നത്. 8 കിട്ടുന്നുണ്ടെങ്കിൽ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? 20 ആയിരിക്കും. അപ്പൊ നിങ്ങളോട് x1 + x7 ആണ്. അപ്പൊ സം ഓഫ് പൊസിഷൻസ് 1ഉം 7ഉം കൂടെ ആഡ് ചെയ്താൽ 8 കിട്ടുന്നതുകൊണ്ട് സം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ ശരി തന്നെയല്ലേ? നോക്കാം, അങ്ങനെ ചെയ്യാം. ഇനിയിപ്പോ നമുക്ക് അടുത്തത് വേറൊരു എക്സാമ്പിൾ എടുക്കാം. ഞാൻ എടുക്കുന്നത് ഇതേമാതിരി വേറൊരു എക്സാമ്പിൾ ചെയ്യാം. ജനറൽ ആയിട്ട് അതായത് 3 8 13 28 33 ഇല്ല 18 23 28 ഇങ്ങനെയാണ് സീക്വൻസ് വരുന്നത്. 5 ആഡ് ചെയ്ത് പോകും. ഞാൻ ഇതേമാതിരി നിങ്ങളോട് ഈ രണ്ട് ടേമും കൂടെ ആഡ് ചെയ്തു. അതായത് ഫസ്റ്റ് ടേമും സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് സിക്സ്ത് ടേമും ആഡ് ചെയ്തു. ആഡ് ചെയ്തപ്പം കിട്ടുന്നത് x1 + x6 ആഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് പൊസിഷൻസ് ആഡ് ചെയ്ത 7 ആണ്. അങ്ങനെയാണെങ്കിൽ സമ്മ് 3ഉം 28ഉം കൂടെ ആഡ് ചെയ്താൽ 31 ആണ്. അതുപോലെ നിങ്ങൾക്ക് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് നോക്കാം. ഈ രണ്ട് ടേം, അതായത് സെക്കൻഡ് ടേമും x5 ആഡ് ചെയ്ത് നോക്കിയാൽ സം ഓഫ് പൊസിഷൻ 7 ആണ്. ഇവിടെയും സം ഓഫ് പൊസിഷൻ 7 ആയതുകൊണ്ട് ടേമിന്റെ സമ്മ് എത്രയാണ്? 8 + 23 31 തന്നെ വരും. ഇനി അടുത്ത് നിങ്ങൾക്ക് ആഡ് ചെയ്യാലോ. ഏതൊക്കെയാണ്? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യും. x3 + x6 ഇത് 6 അല്ല 4. ഇത് x3 ആണ് ടേം, ഇത് x4 ആണ്. ഈ രണ്ട് ടേമും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്തായിരിക്കും ആൻസർ? ചെയ്ത് നോക്കാണ്ട് തന്നെ 31 ആയിരിക്കും. നോക്കാം എത്രയാണ്? 13ഉം 18ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്താ വരിക? 31 ആണ്. അങ്ങനെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ 27ലാണ്. ആ സ്റ്റേറ്റ്മെന്റ് പഠിക്കുക. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന്റെ സമ്മ് ഇത് 1ഉം 6ഉം 7 ആണെങ്കിൽ ഇത് 7 ആണെങ്കിൽ
ഇതെന്താണോ ആ ആൻസറിനെ ആയിരിക്കും. ഇവിടെ നമുക്ക് 1ഉം 7ഉം കൂടെ 8 ആയിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ 8 ആകുമ്പോൾ 20 കിട്ടിയിട്ടുണ്ടെങ്കിൽ 3ഉം 5ഉം ആഡ് ചെയ്താൽ 8 ആണ് കിട്ടുന്നത്. അതുകൊണ്ട് അതും 20 ആയിരിക്കും. ഒരു അരിത്തമെറ്റിക് സീക്വൻസ്, ഡിഫറെന്റ് അരിത്തമെറ്റിക് സീക്വൻസ് അല്ല, സെയിം അരിത്തമെറ്റിക് സീക്വൻസിൽ എന്ത് ചെയ്യുക, അങ്ങനെയായിരിക്കും. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻ ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഇൻ ആൻ അരിത്തമെറ്റിക് സീക്വൻസ് if the sum of positions of two pairs-ന്റെ positions x1 xm അതിന്റെ സമ്മ് ആർ ഈക്വൽ. ഇപ്പോൾ 1ഉം 7ഉം ആഡ് ചെയ്ത 8 ആണ്, 2ഉം 6ഉം ആഡ് ചെയ്ത 8 ആണ്, 3ഉം 5ഉം കൂടെ ആഡ് ചെയ്ത 8 ആണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് പഠിച്ചത്? then the sum of pairs of the terms are also equal. sum of pairs of the terms are equal. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് പഠിക്കുക. എക്സാമിന് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. സം ഓഫ് പൊസിഷൻസ് ഈക്വൽ ആണെങ്കിൽ ആ പെയർസിന്റെ സമ്മും ഈക്വൽ ആണ്. എന്താണ് ഒന്നും കൂടി പറയാം സ്റ്റേറ്റ്മെന്റ്. ഇൻ ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഇഫ് ദ സം ഓഫ് പൊസിഷൻസ് ഓഫ് ടു പെയർസ് ഓഫ് ടേംസ് ആർ ഈക്വൽ then the sum of the pairs of terms are also equal. അതായത് പൊസിഷൻസിന്റെ സമ്മ്, അതായത് സ്ഥാനങ്ങൾ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 8 ആണ് കിട്ടിയെങ്കിൽ അടുത്ത സ്ഥാനങ്ങൾ തമ്മിൽ സെക്കൻഡും 6th ടേമും തമ്മിലുള്ള സ്ഥാനങ്ങൾ ആഡ് ചെയ്യുമ്പോൾ 8 കിട്ടണ്ടെങ്കിൽ അതിന്റെ സമ്മ് 4ഉം 16ഉം 20 ആയിരിക്കും. 1ഉം 19ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 20 ആയിരിക്കും കിട്ടുക. ഈക്വൽ ആയിരിക്കും. സം ഓഫ് പെയേഴ്സും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ടെക്സ്റ്റ് ബുക്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. പേജ് നമ്പർ 28 ക്വസ്റ്റ്യൻ ആണ്. പേജ് നമ്പർ 28 ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് 3 അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് 30 ആസ് ദ സം ഓഫ് ദ ഫസ്റ്റ്. 30 സം ആവണം ഓഫ് ദ ഫസ്റ്റ് 5 ടേംസ്. ഫസ്റ്റ് 5 ടേംസിന്റെ സം. അതായത് നമുക്ക് 5 ടേംസ് നിങ്ങൾ 9th പഠിച്ച മാതിരി ആയിട്ടാലും മതി. സം എത്രയാണെന്നാ പറയുന്നത്? 30 ആയിരിക്കും. ഇതാണ് കാരണം. അങ്ങനെയുള്ള 3 അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ടാക്കാനാണ്. അപ്പോൾ നിങ്ങളോട് 9th ലാസ്റ്റ് ചാപ്റ്റർ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചു. സമ്മ് കിട്ടിയാൽ നമുക്ക് ആവറേജ് കണ്ടാൽ നടുവിലത്ത് കിട്ടും. അപ്പോൾ ആവറേജ് കാണാൻ എന്താ ചെയ്യുക? എളുപ്പവഴി ഇതാണ്. 9th പഠിച്ചത് ആവറേജ് 30/5 ടേംസ് ആയതുകൊണ്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 6 കിട്ടും. അതന്നെ എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ ഓഡ് നമ്പേഴ്സ് ആകുമ്പോൾ 5 ടേംസ് 7 ടേംസ് 9 ടേംസ് ഒക്കെ ആണെങ്കിൽ, അങ്ങനെ ഓഡ് ടേംസ് ആണെങ്കിൽ സമ്മ് തന്ന് ഓഡ് ടേംസിന്റെ സമ്മ് തന്നിട്ടുണ്ടെങ്കിൽ അതിലെ മിഡിൽ ടേം കാണാൻ ലൊക്കേഷനാണ്. അപ്പൊ അതിന് അങ്ങനെ എടുക്കാം. ആവറേജ് കാണാൻ എന്ത് ചെയ്താൽ മതി? സമ്മ് ബൈ നമ്പർ ഓഫ് ടേംസ് കണ്ട മിഡിൽ ടേം കിട്ടും. ആവറേജ് കിട്ടും. ആവറേജ് അല്ലെങ്കിൽ ഇതിനെ പറയുന്ന പേരാണ് മിഡിൽ ടേം. അപ്പോൾ ഒരു ഇക്വേഷനും കൂടി കിട്ടി. ഒരു ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ n ഈസ് ഓഡ് ആണെങ്കിൽ മിഡിൽ ടേം കാണാൻ, എന്നാലല്ലേ മിഡിൽ ഒരു ടേം ഉണ്ടാവുള്ളൂ. മിഡിൽ ടേം കാണാനുള്ള ഇക്വേഷനാണ് സം ഓഫ് ടേംസ്. അതായത് n5 ആണ് 5, 7 ആണ് 7 ബൈ n. അപ്പോൾ ഇതൊന്ന് പഠിച്ചു വെക്കാം. ഓഡ് ടേംസ്, ഓഡ് പെയർ ഓഫ് നമ്പർ, അതായത് ഓഡ് നമ്പേഴ്സ് സീക്വൻസിൽ ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ 5 ടേംസ് ആണ് കാണാൻ പറഞ്ഞു വെച്ചാൽ 5 ടേംസിന്റെ സം ആണെങ്കിൽ ഓഡ് നമ്പേഴ്സ് ആണെന്ന് കണ്ട മിഡിൽ ടേം നടുവിലുള്ള ടേം കാണാൻ ആ സമ്മിനെ എന്തോട് ഡിവൈഡ് ചെയ്താൽ മതി? ആ നമ്പർ ഓഫ് ടേംസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. എന്ത് ചെയ്യാം? സമ്മിനെ മിഡിൽ ടേം കാണാൻ നമ്പർ ഓഫ് ടേംസ് കൊണ്ട് ഡിവൈഡ്. അപ്പൊ ഈ മിഡിലിൽ കാണാൻ സുഖമായി. മിഡിലിൽ എത്ര കിട്ടി? 6 കിട്ടി. 6 കിട്ടിയാൽ നമുക്ക് സീക്വൻസ് എഴുതാൻ സുഖമാണ്. എന്ത് ചെയ്യാം? 6 നടുവിൽ കിട്ടി. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ടേംസ് എഴുതാം. എത്ര സീക്വൻസ് പറഞ്ഞാൽ അത്രയും പ്രാവശ്യം എഴുതി വെക്കാം. ഇനി സീക്വൻസ് ഫില്ല് ചെയ്യാൻ സുഖമാണ്. നിങ്ങൾക്ക് കോമൺ ഡിഫറൻസ് സെയിം ആയാൽ മതി. അരിത്തമെറ്റിക് സീക്വൻസിൽ കോമൺ ഡിഫറൻസ് സെയിം ആയത്. അപ്പം നമ്മൾ 1 ആണ് വെച്ചാൽ 1 ആഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങോട്ട് ആഡ് ചെയ്യുക. അല്ലെങ്കിൽ 1 ആഡ് ചെയ്യുമ്പോൾ 1 മൈനസ് ചെയ്യുക. അതുപോലെ 1 കൂടെ ആഡ് ചെയ്യുക. 7നോട് 1 ആഡ് ചെയ്യാണ് 8. ഇവിടുന്ന് 1 മൈനസ് ചെയ്യുക 4. അപ്പോൾ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഇത് ആഡ് ചെയ്താൽ സമ്മ് 30 കിട്ടും. അതുപോലെ 6 ആണ്. ഇനി നിങ്ങൾക്ക് 1 അല്ല, കോമൺ ഡിഫറൻസ് 2 ആണെങ്കിൽ 8. ഇപ്പോൾ 2 മൈനസ് ചെയ്യുക 4. ബാക്ക്വേർഡ് ആണെങ്കിൽ മൈനസ് ചെയ്യുക
ഫോർവേഡ് എന്ത് ചെയ്യുക, മുന്നിലേക്ക് കണ്ടുപിടിക്കുമ്പോൾ എന്ത് ചെയ്യുക, അടുത്ത ടേം നെക്സ്റ്റ് ടേം കാണാൻ, സക്സസീവ് ടേം കാണാൻ ആഡ് ചെയ്ത് പോയാൽ മതി. അപ്പോൾ 8നോട് 2 ആഡ് ചെയ്ത് 10. അപ്പോൾ 4നോട് 2 മൈനസ് ചെയ്ത് 2. ഇതിന്റെ സം എന്തായിരിക്കും? 2 4 6 6 6 12 12 20 30. അതുപോലെ ഇനി കോമൺ ഡിഫറൻസ് നിങ്ങൾക്ക് 3 ആക്കാം. 3 ആണെങ്കിൽ 3 ആഡ് ചെയ്യുക, 3 മൈനസ് ചെയ്യുക, ഇപ്പോൾ 3. 9നോട് 3 ആഡ് ചെയ്യുക, 12. ഇപ്പോൾ 3 മൈനസ് ചെയ്ത് 0. അങ്ങനെ ഡിഫറെന്റ് അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ടാക്കാം. നമുക്ക് എളുപ്പ രീതി ഇതാണ്. അപ്പൊ എന്ത് ചെയ്യാം, ഓഡ് നമ്പേഴ്സിന്റെ സമ്മാണ് ക്വസ്റ്റ്യനിൽ തന്നേച്ചാൽ ആദ്യം തന്നെ മിഡിൽ ടേം കണ്ടുപിടിച്ച് വെക്കാം. അപ്പൊ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, സീക്വൻസ് ഉണ്ടാക്കാൻ പറ്റും. ക്ലിയർ ആയോ? ഒരു 5 ടേംസിന്റെ സമ്മ് ക്വസ്റ്റ്യനിൽ തന്നെ 30. അങ്ങനെയാണെങ്കിൽ മിഡിൽ ടേം കാണാൻ, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ആവറേജ് കാണാൻ, ആവറേജ് എന്ന് പറഞ്ഞാൽ മിഡിലുള്ള ടേം, ആ ടേം കാണാൻ സമ്മിനെ നമ്പർ ഓഫ് ടേംസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മിഡിൽ ടേം കിട്ടും. മിഡിൽ ടേം കിട്ടിയ അരിത്തമെറ്റിക് സീക്വൻസ് കാണാൻ കോമൺ ഡിഫറൻസ് ഈക്വൽ ആയിട്ട് ആഡ് ചെയ്ത് പോവുക. ഫ്രണ്ടിലേക്കാണെങ്കിൽ ബാക്ക്വേർഡ് ആണെങ്കിൽ എന്ത് ചെയ്യാം, മൈനസ് ചെയ്തും പോവുക. അങ്ങനെ അരിത്തമെറ്റിക് സീക്വൻസ് നമുക്ക് 3 എണ്ണം ഉണ്ടാക്കാം. ഇനിയും വേണമെങ്കിൽ ഉണ്ടാക്കാം. ഇപ്പോൾ 5 ആണ് 5 ഉണ്ടാക്കാം, 5 ആഡ് ചെയ്യുക. 6 ആണ് 3 ആണ് 4 ആഡ് ചെയ്യുമ്പോൾ 10, 4 മൈനസ് ചെയ്യുമ്പോൾ 2, 4 ആഡ് ചെയ്താൽ 14, 2 മൈനസ് ചെയ്താൽ -2. ഇങ്ങനെ മൈനസ് ഒക്കെ വരുന്നുള്ളൂ. അരിത്തമെറ്റിക് സീക്വൻസാണ്. 4 കോമൺ ഡിഫറൻസ് ഉള്ള ഒരു അരിത്തമെറ്റിക് സീക്വൻസാണ്. അപ്പോൾ ഈ രീതിയിൽ പഠിക്കാം. അല്ല വേറെ രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനെ x1 ഇത് x1 പ്ലസ് ഡി എന്ന് എടുക്കാം, ഇത് x1 പ്ലസ് 2d എന്ന് എടുക്കാം, x1 പ്ലസ് 3d എന്ന് എടുക്കാം, x1 പ്ലസ് 4d, എന്നിട്ട് എല്ലാം കൂടെ ആഡ് ചെയ്യാം. അല്ലെങ്കിൽ x1 എടുക്കണ്ട, x പ്ലസ് ഡി, x പ്ലസ്, അല്ലെങ്കിൽ എക്സിന് പകരം ചില കുട്ടികൾ എഫ് എടുക്കും. ഫസ്റ്റ് ടേം എന്നാണ് എഫ്. ഈ സമ്മ് ഇപ്പൊ ഒന്ന് സമ്മ് ചെയ്ത് നോക്കുക. എഫ് അപ്പൊ എക്സ് ആണെങ്കിൽ എക്സ് എടുക്കാം. എക്സ് സെക്കൻഡ് ടേം എക്സ് പ്ലസ് ഡി, തേർഡ് ടേം എക്സ് പ്ലസ് 2d, ഫോർത്ത് അരിത്തമെറ്റിക് സീക്വൻസ് ആണ്, ഒരു ഡിയും കൂടി ആഡ് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് 3d, ഫിഫ്ത്ത് എക്സ് പ്ലസ് 4d. അത് ക്വസ്റ്റ്യനിൽ എത്രയും തന്നിട്ടുണ്ട്, 30 തന്നിട്ടുണ്ട്. എക്സ് എത്ര ഉണ്ടാവും, 5x ആണ്. 1x 2x 3x 4x 5x. ഡി, ഡിയും 2d 3d, 3dയും 3dയും 6d, 6dയും 4 വരും, 10d വരും, 30. ഇങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് ഇഷ്ടമുള്ള അരിത്തമെറ്റിക് സീക്വൻസ് എടുക്കാം. അതായത് ഇതുകൊണ്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് 2d ഈക്വൽ ടു 30. ഇങ്ങനെ എഴുതി വെച്ചതിന് ശേഷം നമുക്ക് എക്സ് ഫസ്റ്റ് ടേം ഏതെങ്കിലും ഒരു നമ്പർ കൊടുക്കാം. അതുപോലെ കോമൺ ഡിഫറൻസ് ഇഷ്ടമുള്ള കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടേംസ് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ടേം നമ്മളോട് പറയാണ്, അരിത്തമെറ്റിക് സീക്വൻസിലെ ഫസ്റ്റ് ടേം നിർബന്ധമാണെന്ന് പറയുകയാണെങ്കിൽ എന്താണ്, ഫസ്റ്റ് ടേം എടുക്കുകയാണ് എക്സ് 1 ആണെന്ന് വിചാരിക്കാം. 1 ആണെങ്കിൽ ഡി കണ്ടുപിടിക്കാം. ഡി കാണാൻ എന്ത് ചെയ്യാം, 1 പ്ലസ് 2d എന്താ 30 എന്ന് എടുക്കാം. 2d എന്താ വരും, അല്ലെങ്കിൽ 2 എന്ന് എടുക്കാം. അപ്പോൾ x1 2 ആണെങ്കിൽ ഈ 2 അങ്ങോട്ട് മൈനസ് ചെയ്യാം. അപ്പോൾ 28 വരും. d ഈസ് ഈക്വൽ ടു 28/14 2 വരും. 14 കോമൺ ഡിഫറൻസ്. 14 കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള അരിത്തമെറ്റിക് ഫസ്റ്റ് ടേം 2 ആണെങ്കിൽ എന്ത് ചെയ്യാം, 2 ആണെങ്കിൽ ഡി എത്രയാണ്, 14 ആണ്. അപ്പോൾ സീക്വൻസ് ചെയ്താൽ 2 ഇവിടെ 30 അല്ല, 30നെ നമ്മൾ ക്യാൻസൽ ചെയ്താൽ എന്താ കിട്ടുക, 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 6 ആണ് വരിക. അപ്പൊ സം എന്താ വരുന്നത്, 6 ആണ് വരിക. അപ്പൊ 6 നമുക്ക് എന്ത് ചെയ്യാം, 5 ടേംസ് എക്സ്, എക്സ് പ്ലസ് ഡി, എക്സ് പ്ലസ് 2d, എക്സ് പ്ലസ് 3d, എക്സ് പ്ലസ് 4d എന്ന് എടുക്കാം. ക്വസ്റ്റ്യനിൽ സമ്മ് തന്നിട്ടുണ്ട്, എത്രയാണ്, 30. അപ്പൊ ഇതൊക്കെ കൂടെ സം ചെയ്യാം. എക്സ് ആണ് ഫസ്റ്റ് ടേം, സെക്കൻഡ് എക്സ് പ്ലസ് ഡി ആണ്, തേർഡ് ടേം എക്സ് പ്ലസ് 2d, എക്സ് പ്ലസ് 3d, എക്സ് പ്ലസ് 4d ഈക്വൽ ടു 30 എന്നാണ് ക്വസ്റ്റ്യന് തന്നത്. ഇനി ഈ എക്സുകളൊക്കെ ആഡ് ചെയ്തേക്കാം.
എത്ര എക്സ് ആണ്? 2, 3, 4, 5. 5x ഉണ്ട്. ഡി ആഡ് ചെയ്യുമ്പോൾ 1d 2d 3d വരും. 3dയും 3dയും 6d 6dയും 4d 10d വരും. അപ്പം 10 കോമൺ ഡിഫറൻസും ആഡ് ചെയ്ത 30. ഇതിലെല്ലാത്തിലും 5 കോമൺ ആയതുകൊണ്ട് 5 കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യാം. ഇത് 5ന്റെ മൾട്ടിപ്പിൾസ് ആണ് അല്ലേ? 5 ക്യാൻസൽ ചെയ്ത പോലെ. അപ്പോൾ 5 കൊണ്ട് ക്യാൻസൽ ചെയ്താൽ എക്സ് വരും. ഇവിടെ 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 2d വരും. ഇവിടെ 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 6 വരും. ഇത് എന്താ ചെയ്യാം? ഒന്നാക്കി വെച്ചിട്ട് ഇനി നിങ്ങൾക്ക് ഫസ്റ്റ് ടേം ഏതെങ്കിലും ഒരു ടേം ആക്കി എടുക്കാം. ഞാൻ ഇപ്പോൾ തൽക്കാലം ഫസ്റ്റത്തെ എക്സാമ്പിൾ 4 ആക്കി എടുക്കാം. എക്സ് 4 ആക്കി എടുക്കാം. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച എക്സാമ്പിൾ തന്നെ കിട്ടുമെന്ന് നോക്കാം. എക്സ് 4 ആക്കി എടുക്കുമ്പം എക്സിന്റെ സ്ഥാനത്ത് 4 പുട്ട് ചെയ്യാം. 2d 6 ആണ്. അപ്പം 2d 6 പ്ലസ് 4 മൈനസ് അങ്ങോട്ടുണ്ടാവും -4 ആണ്. 2 കിട്ടും. 2d 4 ആണെങ്കിൽ d ഈക്വൽ ടു എന്താ? 2/2 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ d കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് എഴുതാം. എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ്? ഫസ്റ്റ് ടേം 4 ആണ്. 4നോട് 1 ആഡ് ചെയ്താൽ 5, 5നോട് 1 ആഡ് ചെയ്താൽ 6, 6നോട് 1 ആഡ് ചെയ്താൽ 7, 7നോട് 1 ആഡ് ചെയ്താൽ 8. ശരിയല്ലേ? നോക്കാം. 4 പ്ലസ് 1 5, 4 പ്ലസ് 2 ഇൻറ്റു 1 6, 4 പ്ലസ് 3 ഇൻറ്റു 1 7, 4 പ്ലസ് 4 ഇൻറ്റു 1 8. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു സീക്വൻസ് ഉണ്ടാക്കാം. ഇനി അടുത്ത് നിങ്ങൾക്ക് ഇത് കിട്ടണമെങ്കിൽ ആദ്യം ഫസ്റ്റ് ടൈമിന് എന്ത് കൊടുക്കുക? അടുത്തതിൽ ഫസ്റ്റ് ടൈം കിട്ടിക്കഴിഞ്ഞു, ഒരു സീക്വൻസ് കിട്ടി. ഇനി അടുത്ത സീക്വൻസ് കിട്ടാൻ ഇതേ ഇക്വേഷൻ തന്നെ എന്ത് കൊടുക്കുക? അടുത്തത് ഫസ്റ്റ് ടേമിൽ 2 കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കട്ടോ. ഞാൻ ഇതിപ്പോൾ ഈ എക്സാമ്പിൾ ശരിയാണോ നിങ്ങൾ ചെയ്തത്, മറ്റേ എളുപ്പമാർഗത്തിൽ ചെയ്തത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുക. ഫസ്റ്റ് ടൈം 2 അല്ലേ എഴുതുന്നില്ല. അപ്പം 2 കിട്ടാൻ 2 പ്ലസ് 2d 6 ആണ്. അപ്പം 2d എന്തായിരിക്കും? 6 ആണ്. പ്ലസ് 2 എന്നുള്ളത് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ -2 ആവും. 6ന്ന് 2 മൈനസ് ചെയ്ത് എത്ര വരും? 4 ആണ്. d ഈക്വൽ ടു 4/2. 2 വരും. ഇനി നോക്കാം. 2നോട് ഫസ്റ്റ് ടേം 2 എഴുതി. 2നോട് d ആഡ് ചെയ്തു. d ആഡ് ചെയ്താൽ 4. 2നോട് 2d 2 ഇൻറ്റു 2 4 ആണ്. 4ഉം 2ഉം കൂടെ ആഡ് ചെയ്താൽ 6. അങ്ങനെ ചെയ്യുമ്പോൾ ആ സീക്വൻസ് കിട്ടും. അതുപോലെ ഇനി അടുത്ത ഫസ്റ്റ് ടേം 0 കൊടുക്കുക. ഇതേമാതിരി ചെയ്യുക. അപ്പോൾ ഈ സീക്വൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസ് ജനറലായിട്ട് ഇങ്ങനെ എഴുതാം. അല്ലെങ്കിൽ നമുക്ക് ഈസി മെത്തേഡ് എന്താണ്? ഓഡ് നമ്പേഴ്സിന്റെ സീക്വൻസ് ആണ്, സമ്മാണ് തന്നയച്ചാൽ മിഡിൽ ടേം കണ്ടുപിടിച്ചാൽ മതി. മിഡിൽ ടേം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? കോമൺ ഡിഫറൻസ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ച് സീക്വൻസ് ഉണ്ടാക്കാം. ഇവിടെ അങ്ങനെ കോമൺ ഡിഫറൻസ് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള 3 സീക്വൻസ് ഉണ്ടാക്കാൻ പറഞ്ഞു. അതോട് ഞാൻ കോമൺ ഡിഫറൻസ് 1 എടുത്തും ചെയ്തു, 2 എടുത്തു, 3 എടുത്തു, 3 സീക്വൻസ് ചെയ്തു. നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ കോമൺ ഡിഫറൻസ് എത്രയാണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ ആ കോമൺ ഡിഫറൻസ് വെച്ച് ചെയ്യാം. അതായത് ഇപ്പം 6 എലിമെന്റിൽ കിട്ടിയ കോമൺ ഡിഫറൻസ് 5 ആണെന്ന് വെച്ചാൽ 5 ആഡ് ചെയ്ത് പോവുക, 5 മൈനസ് ചെയ്ത് പോവുക. അങ്ങനെ ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് എടുക്കുക. റെഡി ആവൂലേ? അപ്പം അതുകൊണ്ട് അരിത്തമെറ്റിക് സീക്വൻസിൽ ഓഡ് നമ്പർ ഓഫ് ടേംസിന്റെ സമ്മ് തന്നാൽ മിഡിൽ ടേം കാണാൻ എന്ത് ചെയ്താൽ മതി? സമ്മിനെ നമ്പർ ഓഫ് ടേംസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ആ ഇക്വേഷൻ ഒന്ന് നല്ലവണ്ണം പറഞ്ഞ് പഠിക്കുക. മിഡിൽ ടേം ഈസ് ഈക്വൽ ടു സം ഓഫ് n odd numbers, n terms, odd terms by number of terms.